അതെ, ചേട്ടനെന്തേലും വല്ലതും പറ്റൂ? മറിയമ്മേ, മറിയമ്മേ, എന്താ കുഞ്ഞെ? റെസ്റ്റോറന്റിന്റെ വളവിൽ വെച്ച് ചേട്ടന്റെ കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. ഞാൻ അങ്ങോട്ട് പോവാണ്. ൊരിഞ്ഞു പോണല്ലോ. അതെ, ഞാൻ തന്നെ. നിനക്ക് ഫോൺ ചെയ്തത് ഞാനാണ്. നിന്നെ വീട്ടിൽ നിന്നും പുറത്തു ചാടിക്കാൻ ഞാനൊരു വിദ്യ പ്രയോഗിച്ചു. എന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. ഈശ്വരനെ വിചാരിച്ചെന്നെ ഉപദ്രവിക്കരുത്. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. കാലൊന്നും പിടിക്കരുത്. എന്നെ മാനഭംഗപ്പെടുത്തി, ചേട്ടനുമായിട്ട് ഏറ്റുമുട്ടി. ശ്രീദേവി, ശ്രീദേവി, എന്നെ മാനഭംഗപ്പെടുത്തിയ ആ ദുഷ്ടനെ ഞാൻ തന്നെയാണ് വെടിവെച്ച് കൊന്നത്. പക്ഷേ അപ്പോഴത്തെ ആ ഭീകരനും കണ്ടതോടുകൂടി എന്റെ സ്വബോധം നഷ്ടപ്പെട്ടു പോയിരുന്നു. കഴിഞ്ഞതെല്ലാം ഞാൻ മറന്നുപോയിരുന്നു. എന്റെ ചേട്ടനെ പോലും തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഭീകരങ്ങളൊന്നും ഞാൻ കോടതിയിൽ പറയാതിരുന്നത്. ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന എന്റെ ചേട്ടൻ നിരപരാധിയാണ്. എന്നെ രക്ഷിക്കാൻ വേണ്ടി ചേട്ടൻ കുറ്റേറ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരു സ്ത്രീയുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്താണ് മാനം. അത് നശിപ്പിച്ച ദുഷ്ടനെ ഞാൻ വെടിവെച്ച് കൊന്നു. കുറ്റക്കാരി ഞാനാണ്, ഞാൻ മാത്രമാണ്. എന്നെ ശിക്ഷിക്കൂ.